मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। മിസ് കാഡ്കർ, നിങ്ങളുടെ എഫിഷ്യൻസി കണക്കിലെടുത്ത് ഈ മാസം മുതൽ നമ്മുടെ മാനേജ്മെന്റ് നിങ്ങളുടെ സാലറി ഇൻക്രീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. അത് ശരി, താങ്ക്സ് മാത്രമേ ഉള്ളൂ. അതെ, ട്രീറ്റ് ഒന്നും തരില്ലേ മിസ് കാഡ്കർ? എങ്കിൽ ഇന്ന് ഡിന്നർ ആയാലോ? ഇന്നോ? എന്താ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ ഒരു ഡിന്നർ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു സർ. വെരി ഗുഡ്, എങ്കിൽ ഞാനും ജോയിൻ ചെയ്തേക്കാം. ഇന്നോ? ആ അതെ. ഓക്കേ സർ. ഡിന്നർ എവിടെയാണ്? എന്താ? അല്ല, പപ്പു ദാബയുടെ അടുത്ത് ഒരു കോണ്ടിനെന്റൽ ഹോട്ടലുണ്ട് സർ. നമുക്ക് ഡിന്നർ അവിടെ ആകാം സർ. ഓക്കെ, ഞാൻ അങ്ങ് എത്തിക്കോളാം. ഷാർപ്പ് 9 മണിക്ക്. ഞങ്ങൾ ദിവസവും ഇങ്ങനെയല്ലേ കഴിക്കുന്നത്? ഓ, എന്റെ ഡൈനിങ് ടേബിളിന്റെ അവസ്ഥ ഒന്ന് കണ്ടോ? ഇന്ന് എനിക്ക് ബോസിന്റെ കൂടെ വൈകിട്ട് ഡിന്നർ ഉണ്ട്. ഡിന്നർ ആവുമ്പോഴേക്കും ഞങ്ങൾ ഈ ടേബിൾ വൃത്തിയാക്കിയേക്കാം. അദ്ദേഹത്തോടൊപ്പം ഡിന്നറിന് പുറത്താണ് പോകേണ്ടത്. അദ്ദേഹത്തിന് മുൻപിൽ നിങ്ങൾ ഇങ്ങനെ കഴിച്ചാൽ അദ്ദേഹത്തിന് എന്ത് ഇംപ്രഷനാണ് ഉണ്ടാവുക? മാഡം, നിങ്ങൾ ഞങ്ങളെ ഡിന്നറിന് വിളിച്ചോണ്ട് പോകണ്ട. അതെ, നിങ്ങൾ ഒറ്റയ്ക്ക് ഡിന്നറിന് പോയാ മതി. സംശയമുണ്ടോ? ഇല്ല, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതൊരു ഫാമിലി ഡിന്നർ ആണെന്ന്. ഡോണ്ട് വറി മാഡം, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാന്നേ. അദ്ദേഹത്തിന് മുന്നിൽ ടേബിൾ മാനേഴ്സ് ഓർമ്മ വേണം. കത്തി ഫോർക്ക് ഉപയോഗിച്ച് വേണം കഴിക്കാൻ. പപ്പുവിന്റെ ഡാബയിൽ നൈഫ് ഓർ ഫോർക്ക് എവിടുന്ന് കിട്ടാനാ? അവിടെ നമ്മുടെ വിരല് നക്കി നക്കി വേണ്ടേ കഴിക്കാൻ? നമ്മൾ കോണ്ടിനെന്റൽ ഹോട്ടലിലേക്കാണ് പോകുന്നത്. കോണ്ടിനെന്റൽ ഹോട്ടൽ? അതെ, നോക്കൂ, ഇന്നാണ് എന്റെ സാലറി കൂടിയിരിക്കുന്നത്. ബോസിന്റെ മുന്നിൽ എന്റെ ഇംപ്രഷൻ കുറയ്ക്കുന്നത് പോലെ ഒരു വികൃതിയും നിങ്ങൾ കാണിക്കരുത്. ശരി, എന്നാൽ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കളയാം. ഇത് കത്തി ഫോർക്ക് ഉപയോഗിച്ച് വേണം കഴിക്കാൻ. നോക്കൂ, കൈയും മുഖവും അഴുക്കാവാനേ പാടില്ല. മേഡം, എനിക്കൊന്ന് ഉപ്പുമാവ് തരോ? ഞാനിന്ന് നോൺ വെജ് കഴിക്കുന്നില്ല. ഓഹോ, ഹണി. മാഡം, നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ എങ്ങനെങ്കിലും ഒക്കെ മാനേജ് ചെയ്യാം.
ഗുഡ് ഈവനിങ് മാഡം. ടേബിൾ ഫോർ 5. അല്ലല്ല 6 പേർക്കുള്ളത്. ചെയർ വേണം കേട്ടോ. ദിസ് വേ മാഡം. മേഡത്തിനെ താഴോട്ട് വീഴ്ത്താൻ നോക്കാണോ? ചെയർ എന്തിനാ വലിക്കുന്നേ? ഓഹോ ഹണി, ഇത് ടേബിൾ മാനേഴ്സ് ആണ്. അപ്പൊ ഞാൻ ബണ്ണിയുടെ ചെയർ വലിച്ച് താഴെ വീഴ്ത്തിയപ്പോ അവൻ എന്തിനാ എന്നെ അടിച്ചേ? ഹണി, ഡിന്നർ കഴിയുന്നത് വരെ നിന്റെ വായ ഒന്ന് അടച്ചു വെക്കേ. സംശയമുണ്ടോ? വായ അടച്ചു വെച്ചാ ഞാൻ കഴിക്കുന്നത് എങ്ങനെയാ? ഓ, അതിന്റെ അർത്ഥം നീ മിണ്ടാതിരിക്കണമെന്നാ. ഇവരൊക്കെ ആരാ? ഓ വെൽക്കം സർ. ഇവരെ പരിചയപ്പെടൂ. ഹണി, മണി, സർദാർ, പിന്നെ ഇത് പോപ്പറ്റ്. ഹലോ സർ. നല്ലൊരു ക്ലാസി റെസ്റ്റോറന്റ് ആണിത്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലെറ്റ്സ് ഡാൻസ് മിസ് കാഡ്കർ. ഷ്യൂർ സർ. ഹേ ഗൈസ്, കം ഓൺ ഡാൻസ്. നോ നോ സർ. ബണ്ണി പോ, നീ നല്ലൊരു ഡാൻസർ അല്ലേ? അങ്ങനെയാണോ? ലെറ്റ്സ് സീ. കം ഓൺ ബണ്ണി. ഹേയ്, ഓ അടിപൊളി, നന്നായിട്ടുണ്ട് മിസ് കാഡ്കർ. ഇതിനേക്കാളും ബുദ്ധിയുള്ളവര് നമ്മുടെ പപ്പുവിന്റെ ദാബയിലാ ഉള്ളത്. അവർ തിന്നുന്ന സാധനം തിന്നേ ഉള്ളൂ. Oh God! Hey, hey, hey! Stop it! Please, stop it! സർ, നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഓഹോ, സോറി സർ, ഐ ആം റിയലി സോറി. ഓ സോറി.
അങ്ങയുടെ ഡ്രസ്സ് ഞങ്ങൾ വൃത്തിയാക്കി തരാം. സർ, എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും വലിയൊരു റെസ്റ്റോറന്റിലും ഇതുപോലെ മാനേഴ്സ് ഇല്ലാത്തവർ ഉണ്ടാകുമെന്ന്. അതെ, ഇതിന് മാനസ്ലെസ് എന്നല്ല, ഫൺ ലവിങ് എന്നാ പറയാ. ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും ചിരി വന്നത്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. എന്ത്? ഞാൻ എറിഞ്ഞ ആ കേക്ക് നേരെ ആ തടിയന്റെ മൂക്കിലാ വീണത്. ചിലരുടെ ദേഹത്ത് നൂഡിൽസും ചിലരുടെ ദേഹത്ത് ഗ്രേവിയും വീണു. ഈ സാറ് നമ്മളെ പോലെ തന്നെയാ. എന്തൊരാശ്വാസം. ഓഫീസിൽ ആവശ്യമില്ലാതെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ മടുത്തിരിക്കുകയായിരുന്നു. എന്തൊരു രസമായിരുന്നു. പക്ഷെ പട്ടിണിയായിപ്പോയി. ഇവിടെ അടുത്ത് പപ്പുവിന്റെ ദാവയുണ്ട്, അവിടെ പോകാമോ? അവിടെ കത്തിയും ഫോക്കൊന്നും തന്നെ കിട്ടില്ല. അതെ, ഈ കത്തിയും ഫോക്കും ഒക്കെ ഇപ്പോഴല്ലേ വന്നത്. ചെറുപ്പത്തിൽ നമ്മൾ നമ്മുടെ ഈ കൈകൾ കൊണ്ടല്ലേ കഴിച്ചിരുന്നത്. ഇന്നും അങ്ങനെ തന്നെ കഴിക്കാം. വരൂ പപ്പുവിന്റെ ദാബയിലേക്ക്. വരൂ.